എൻ്റെ അപ്പപ്പാ എന്തൊരു കേറ്റാന്നപ്പാ ഇത്. മുട്ടിന് കടച്ചിലെടുത്തിട്ട് കഴിയുന്നില്ല. ഇതെന്താ മുറിയുന്നില്ലല്ലോ, ഇതിനെന്താ മൂർച്ചയില്ലേ? ജാനു വെച്ചല്ലേ അത്? ജാനു വെച്ചേ മാലതിയോ? ഈ നേരം വൈകിയപ്പോ നിങ്ങളിത് എങ്ങോട്ടാ സഞ്ജയൊക്കെ ആയിട്ട്? ഞാനേ റേഷൻ പീടിക വരെ പോവായിരുന്നു. നീ ഒന്ന് പണിയെടുക്കുന്നത്? ഇതൊന്ന് ചക്കയാ? ആ ഇത് ഇപ്പത്തെ ഭാനു വെച്ച് തന്നതാ, ഒരു കഷ്ണം ചക്ക. ഞാനിതങ്ങ് വെക്കാന്ന് വെച്ചു. മൂത്തതാ? നോക്കട്ടെ. മോനെ മമ്മിക്ക് കസേര കൊടുക്ക്. ഇരിക്കാൻ ചേച്ചി. ഇരിക്കാനൊന്നും നേരമില്ലപ്പാ. റേഷൻ കടയിൽ ഈ മാസത്തെ അരി കൊടുത്തു തുടങ്ങിയോ? അമ്മപ്പ മോളെ ഞാനറിയില്ല. ഇന്നിപ്പോ തീയതി 5 ആയില്ലേ, പോയി നോക്കാന്ന് ഇരിച്ചിറങ്ങിയതാ. അതിന് കഴിഞ്ഞ മാസത്തെ കുറച്ചുണ്ട്. അതിനൊക്കെ അത്യാവശ്യം ഇപ്പൊ ഗോതമ്പാ. ഗോവിന്ദേട്ടന് ഷുഗർ, രാത്രി ചോറുണ്ണൂല. ഗോതമ്പ് പൊടിച്ചാലേ പൊടിച്ചിട്ട് ദോശയായിട്ട് ചുട്ടു കൊടുക്കാലാ. ആ അത് നേരാ, ദോശ ചപ്പാത്തിയൊക്കെ ആക്കാലോ. ഏയ് ചപ്പാത്തിയൊന്നും ഗോവിന്ദേട്ടന് പറ്റൂല, കണ്ടൂടാ അത്. പിന്നെ എനിക്കത് ആക്കാന്ന് പറഞ്ഞൂടാ. ഞാൻ ആക്കാലേ ഇന്ത്യൻ്റെ ചിത്രം പോലെ ഉണ്ടാവും. അല്ലണേ, നിന്റെ മോന് സ്കൂളിൽ ചേർത്താ? ആ ജാനേച്ചി, അവന് ചേർത്തു. ആ ഇംഗ്ലീഷ് സ്കൂളായിരിക്കും അല്ലേ? അയ്യോ അല്ല, അവനെ ഇവിടുത്തെ സ്കൂളിലാണ് ചേർത്തെ. അതെന്ത് പണിയാ, ഇംഗ്ലീഷ് സ്കൂളല്ലായിരുന്നോ നല്ലത്? എൻ്റെ ജാനുവേച്ചി, നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്കൊക്കെ പറ്റുന്നതാണോ ഈ ഇംഗ്ലീഷ് മീഡിയം എല്ലാം? എന്തിനാ വെറുതെ ഈ ഇല്ലാത്ത പൈസയൊക്കെ കടം മേടിച്ച് ട്രൗസർ കീറാനാക്കുന്നത്? നീ എന്ത് പറയണ കുഞ്ഞി? ഇംഗ്ലീഷ് സ്കൂളിൽ വിട്ടാലല്ലേ കുഞ്ഞക്ക് നല്ല പഠിപ്പ് കിട്ടുള്ളൂ. പൈസ വിചാരിച്ച് സർക്കാർ സ്കൂളിൽ വിട്ടാൽ അവരെ ഭാവി എന്താവും? നിങ്ങളിത് എന്തറിഞ്ഞിട്ടായി പറയുന്നേ? ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല, സർക്കാർ സ്കൂളൊക്കെ ഭയങ്കര ഹൈടെക് ആക്കിയിട്ടുണ്ട്. ഹൈടെക്കാ? അതെന്ത് ടെക്ക്? അത് ജാനുവച്ചി, സർക്കാർ സ്കൂളിലൊക്കെ ഇപ്പൊ എന്തൊക്കെ സൗകര്യങ്ങളാ. നമ്മുടെ ഇവിടുത്തെ സ്കൂളിൽ തന്നെ ക്ലാസ് മുറികളൊക്കെ ഒന്ന് കാണേണ്ടതാ. ഓ, എന്നാലും ഇംഗ്ലീഷ് സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ സർക്കാർ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കൂലല്ലോ. ആര് പറഞ്ഞു? മികച്ച അക്കാദമിക് പ്രവർത്തനത്തിനെ ഈ വർഷത്തെ സബ് ജില്ലയിൽ 1-ാം സ്ഥാനം നമ്മുടെ ഇവിടുത്തെ സ്കൂളിനാ. ഏത്? നമ്മുടെ ചൂരൽ സ്കൂളിനാ? ആ അതുപോലെ കലാകായികവും അങ്ങനത്തെ പരിപാടികളിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നുണ്ട്. പിന്നെ ജാനുവച്ചി കണ്ടായിരുന്നോ, നമ്മുടെ സ്കൂളിൽ ഇപ്പോഴേ പുതിയ പാർക്ക് വരുന്നുണ്ട് കുട്ടികൾക്ക് കളിക്കാന്. പാർക്കോ? ആണേ, നിങ്ങൾ റേഷൻ പീടികയിൽ പോകുന്ന വഴിക്ക് നോക്കിക്കോ. മിക്കവാറും സ്കൂൾ തുറക്കുമ്പോഴേക്കും പണിയെല്ലാം കഴിയായിരിക്കും. എന്നാലും ഷൂവും സോക്സും പിന്നെ കഴുത്തിലിടുന്ന വള്ളി ഉണ്ടല്ലോ, അതിന്റെ പേരെന്നാ? ടൈ. ആ വള്ളിയെല്ലാം കെട്ടി കുഞ്ഞോള് പോന്ന കാണാൻ എന്ത് രസാണേ. രസമല്ല, സാമ്പാർ. എൻ്റെ ജാനേച്ചി, ഈ എരി പൊരിയുന്ന വെയിലിലും ചൂടിലും പാമ്പ് മാളത്തിനകത്ത് കയറുന്ന പോലെ ഷൂവിനകത്തോട്ട് കാലും കയറ്റി ഓക്ക് വിട്ട് പൊതിഞ്ഞു കെട്ടി അതുങ്ങൾ അനുഭവിക്കുന്ന വിഷമം അതുങ്ങൾക്കേ അറിയൂ. ഇപ്പൊ തന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ശാന്തേച്ചിയുടെ 3 മക്കള് 3 പേരും സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. എന്നിട്ടെന്താ, 3 ആള് നല്ല നിലയിൽ തന്നെ എത്തിയില്ലേ. ഓരോ ക്ലാസ്സിലും റാങ്കോടെയാ പാസ്സായത്. അവരിപ്പോ പുറം നാട്ടിലെങ്ങാണ്ടല്ലേ ജോലി ചെയ്യുന്നേ? അതെ, അവര് 3 ആളും ജർമ്മനിയിലോ അവിടെ ഏതാണ്ടോ ആണെന്ന് തോന്നുന്നു. അല്ല ജാനുവച്ചി, ഞാനിത് ഒരുക്കി കഴിയുമ്പോഴേക്കും നിങ്ങളിത് മുഴുവൻ തിന്നു തീർക്കുവോ? ഞാനാണ്ട് ചൊളയെടുത്തേനാ നിന്റെ ഒരു ചക്ക. ഞാൻ ചക്ക കാണാണ്ട് കിടക്കൊന്നല്ല കേട്ടാ. നമുക്ക് ചക്ക വേണം, എത്രണ്ണം വേണം, ഞാൻ കൊടുത്തരൂലേ? ഞാൻ പോന്നു. നിങ്ങളങ്ങനെ പിണങ്ങി പോകല്ലെന്നേ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ചക്ക വെച്ച് നിന്നിട്ട് പോവാം. അതിനൊക്കെ നിന്നാലേ റേഷൻ പീടിക പൂട്ടും. അല്ല, നിങ്ങളുടെ മോൻ്റെ കുട്ടി ഏത് ക്ലാസ്സിലാ ഇപ്പോ? മോൻ 2-ാം ക്ലാസ്സിലായില്ലേ? അവൻ ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും അല്ലേ എന്തായാലും. അത് പിന്നെ ഓനും സർക്കാരിൻ്റെ സ്കൂളിൽ തന്നെയാ. ആഹാ, എന്നിട്ടാ നിങ്ങൾ ഈ വർത്താനമൊക്കെ പറഞ്ഞേ?
കൊള്ളാം.